ഹലോ മക്കളെ, വെൽക്കം ടു എംഎസ് സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ? സനൂപ് സാറാണ്. എടാ, SSLC ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് 8ാമത്തെ ചാപ്റ്റർ. ഒരുപാട് പേര് ടഫ് എന്ന് പറയുന്ന, എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഡിസ്കസ് ചെയ്യാം. എടാ, ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി അഥവാ സുസ്ഥിരതയിലേക്ക്. എടാ, ഈ പാഠത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈഡ്രജനെ കുറിച്ച് എവിടെയൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഒന്ന് സ്റ്റോക്സിൽ എക്സാമ്പിൾ ആയിട്ട് ഹൈഡ്രജനെ കുറിച്ച് പറയുന്നുണ്ട്. നോൺ കൺവെൻഷണലിനെ കുറിച്ച് അഥവാ പാരമ്പര്യേതരത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെയും ഹൈഡ്രജൻ വരുന്നുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻസ് അഥവാ അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ ഹൈഡ്രജൻ വരുന്നുണ്ട്. അതേപോലെ ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പഠിക്കേണ്ടത് സെക്കൻഡ് ഹാഫ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഊർജ്ജ വിഭവങ്ങൾ എന്ന് പറയുന്ന ഭാഗങ്ങളിലുള്ള എല്ലാ ടോപ്പിക്കും നിങ്ങൾ വൃത്തിക്ക് കവർ ചെയ്യണം. എടാ, അപ്പോൾ ഇതിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് characteristics of major fossil fuel are given below. Identify the fuel and elucidate its uses. എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഒരു പ്രധാന ഫോസിൽ ഇന്ധനത്തിന്റെ സവിശേഷതകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഉപയോഗങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം ഇന്ധനം എന്താണെന്ന് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ മക്കൾ മനസ്സിലാക്കി വെക്കുക, ഓറിജിനേറ്റ്സ് ഫ്രം പ്ലാന്റ് റിമെയിൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യാവശിഷ്ടങ്ങളിൽ നിന്നാണ് ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആളെ പിടികിട്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും ബാക്കി നോക്കി വെക്കുക. ഹൈ കാർബൺ കണ്ടന്റ് ആണ്, ഉയർന്ന കാർബണിക സ്വഭാവം. എന്ന് വെച്ചാൽ ഫൗണ്ട് എയ്തർ ബ്ലാക്ക് ഓർ ബ്രൗൺ കളർ, കറുപ്പ് നിറത്തിലോ അല്ലെങ്കിൽ തവിട്ട് നിറത്തിലോ എന്ത് ചെയ്യാറുണ്ട്, ഇത് കാണപ്പെടാറുണ്ട്. ഞങ്ങൾക്ക് ആളെ കിട്ടിയാലോ, കൽക്കരിയാണ്, കോളാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ഉപയോഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൾ ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ മെറ്റലർജി. മെറ്റലർജിക്ക് വേണ്ടിയിട്ട്, എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂവൽ ആണ് എന്ന് പറയുന്നത് കോൾ എന്ന് പറയുന്നത്. അതേപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് വാക്സസ്, മെഡിസിൻസ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഡൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുകുകൾക്കും ഔഷധങ്ങൾക്കും അതേപോലെ കീടനാശിനികൾക്കും നിറക്കൂട്ടുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ മേജർ സോഴ്സ് ഓഫ് തെർമൽ എനർജി. മക്കളെ, തെർമൽ എനർജിയുടെ അഥവാ വൈദ്യുതി ഉൽപ്പാദനത്തിലുള്ള പ്രധാന ഊർജ്ജ സ്രോതസ്സാണ് കോള് അഥവാ കൽക്കരി എന്ന് പറയുന്നത്. ഇതല്ല ചോദ്യം. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇതേ ഒരു പാറ്റേണിൽ ചോദിക്കാൻ സാധ്യതയുള്ള ആളാണ് പെട്രോളിയം എന്ന് പറയുന്നത്. ഇത് ഇവിടെ കാണുന്ന ആളുകൾക്ക് നമുക്ക് ഹിന്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉപയോഗങ്ങൾ ചോദിക്കാം. സോ നിങ്ങൾ ഇവിടത്തേക്ക് പഠിച്ചിട്ട് പോകണം. രണ്ടാമത്തെ ചോദ്യം, എക്സാമിൻ ദ റോൾ ഓഫ് ദ കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഒന്നുമല്ല മക്കളെ, സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിൽ വിഭവ സംരക്ഷണത്തിന്റെ പങ്ക് എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ പങ്ക്? പ്രധാനമായിട്ടും 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മക്കളെ 3 മാർക്കിന്റെ ചോദ്യം വരികയാണെങ്കിൽ 3 പോയിന്റുകൾ എഴുതി വെക്കണം. ഏതൊക്കെയാണ്? യൂട്ടിലൈസിംഗ് നാച്ചുറൽ റിസോഴ്സസ് വിത്തൗട്ട് ഹാമിംഗ് ദ എക്കോസിസ്റ്റം ഓർ അഫക്റ്റിംഗ് ദ ഗ്ലോബൽ ക്ലൈമറ്റ്. അതായത് ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെയും ആഗോള കാലാവസ്ഥയെ ബാധിക്കാതെയും വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി, നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ, ഡെവലപ്പ് എനർജി സോഴ്സ് സച്ച് ആസ് സോളാർ എനർജി, വിൻഡ് എനർജി, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ആൻഡ് തെർമൽ എനർജി, ജിയോ തെർമൽ എനർജി. എന്ന് വെച്ചാൽ സൗരോർജ്ജം, കാറ്റ്, ജലവൈദ്യുതി, ഭൗമതാപോർജ്ജം, ഇങ്ങനെയുള്ള നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം അഥവാ വികസിപ്പിക്കണം. ഓക്കെ, അടുത്തെന്താ, റെഡ്യൂസിങ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ. ഫോസിൽ ഫ്യൂവലിന്റെ യൂസ് ഒഴിവാക്കുക. എന്ന് വെച്ചാൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറക്കുക. അവസാനം, മിനിമൈസിങ് ദ എക്സസീവ് കൺസംഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളെ കൂടുതലായിട്ട് ഉപയോഗിക്കാതെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു എക്സ്പാൻഡ് യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ടു സോൾവ് ദ എനർജി ക്രൈസിസ്. ജസ്റ്റിഫൈ. ഒന്നില്ല, ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന റിന്യൂവബിൾ റിസോഴ്സിനെ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് വർദ്ധിപ്പിക്കേണ്ടത്, അതിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇത് ശരിയാണോ? അതിനെ സമർത്ഥിക്കുക എന്നുള്ളതാണ് ചോദ്യം. എടാ, ഇത് ഏത് മേഖലയിലെ ചോദ്യം വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനർജി ക്രൈസിസ്, ഊർജ്ജ പ്രതിസന്ധി. ഇവിടെ നമുക്ക് മോഡലിനും ഒരു ചോദ്യം വന്നിരുന്നു. പല ആളുകളും തെറ്റിച്ചൊരു ഉത്തരമാണ് അത്. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നോക്കി വെക്കണേ. അതിന് ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് കോസ് എനർജി ക്രൈസിസ് ആൻഡ് എൻവയോൺമെന്റൽ ഡാമേജ്. നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഊർജ്ജ പ്രതിസന്ധി, ഊർജ്ജം ഇല്ലാതാക്കാനും കാരണമാകുന്നുണ്ട്, പരിസ്ഥിതിയുടെ നാശത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാകുന്നുണ്ട്. എന്നാൽ മക്കൾ, രണ്ടാമത്തെ എന്താ, അറ്റൻഷൻ മസ്റ്റ് ബി ഫോക്കസ്ഡ് ഓൺ സസ്റ്റൈനബിൾ ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ് ഇൻസ്റ്റെഡ് ഓഫ് കറന്റ്ലി യൂസ്ഡ് വൺ. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജ സോഴ്സുകൾ പകരം നമ്മൾ എന്ത് ചെയ്യുക, സുസ്ഥിര വികസനത്തിന് കാരണമാകുന്ന നമ്മൾ സോളാർ എനർജിയും ഇങ്ങനെയുള്ള വിൻഡ് എനർജിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ എന്താ, ഇറ്റ് മീൻസ് ഡെവലപ്പിംഗ് എനർജി സോഴ്സസ് ദാറ്റ് ക്യാൻ ബി റീയൂസ്ഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളെ വികസിപ്പിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗരോർജ്ജം, കാറ്റ്, ഭൗമോർജ്ജം, അതേപോലെ വേലിയേറ്റ ഊർജ്ജം, അതേപോലെ ഹൈഡ്രജനിൽ നിന്നുള്ള ഊർജ്ജം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. അതേപോലെ മക്കൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എലിസിഡേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹൈഡ്രജൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈഡ്രജന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് വിശദമാക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഹൈഡ്രജൻ ഈസ് യൂട്ടിലൈസ്ഡ് ആസ് എ നോൺ കൺവെൻഷണൽ എനർജി. ഇത് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? യെസ്, പുനരുപയോഗിക്കാൻ സാധ്യതയുള്ള പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സായിട്ട് നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി വെക്കാം. ഹൈഡ്രജൻ ഈസ് ക്ലീൻ ഫ്യൂൽ യൂസ്ഡ് പ്രൊഡ്യൂസ് എനർജി. എന്ന് വെച്ചാൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശുദ്ധമായ ഇന്ധനമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതേപോലെ മക്കളെ,
വെൻ ഹൈഡ്രജൻ ഈസ് ബേൺഡ് ഇൻ എ ഫ്യൂൽ സെൽ ഇറ്റ് റിലീസസ് വാട്ടർ വേപ്പർ. ഹൈഡ്രജൻ കത്തുന്ന സമയത്ത് എന്താണ് പുറത്തുവിടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജലബാഷ്പമാണ്, അഥവാ വാട്ടർ വേപ്പർ ആണ്. അതുപോലെ ഇറ്റ് ഡസ് നോട്ട് റിലീസ് പൊല്യൂട്ടൻറ്റ് ലൈക്ക് ഫോസിൽ ഫ്യൂവൽ. ഫോസിൽ ഇന്ധനങ്ങളെ പോലെ ഇത് പൊല്യൂട്ടൻ്റ് അഥവാ മലിനീകരണത്തിന് കാരണമാകുന്നില്ല. ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് തുടക്ക ഭാഗത്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് റിസോഴ്സസ് ഡസ് ദ പ്രൈമറി ഹെൽത്ത് സെന്റർ ബിലോങ് ടു? അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഏത് മേഖലയിലാണുള്ളത്, ഏത് വിഭാഗങ്ങളിലാണ് പെടുന്നത്? അതുപോലെ ഹൗ ഡു ദീസ് റിസോഴ്സസ് ഡിഫറെൻറ്റ് ഫ്രം പേഴ്സണൽ റിസോഴ്സസ്? ഇതെങ്ങനെ വ്യക്തിഗത വിഭവങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എടാ ഇത്ര ഉള്ളടാ. കമ്മ്യൂണിറ്റി റിസോഴ്സ് അഥവാ സാമൂഹ്യ വിഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സസിബിൾ ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഉപയോഗപ്പെടുന്നവയാണ് മക്കളെ. അത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ റിസോഴ്സ് ഓൺഡ് ബൈ എൻ ഇൻഡിവിജ്വൽ, അഥവാ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളവയാണത്. അത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് എന്ത് ചെയ്യുക, പ്രത്യേകം മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇത് വെച്ചാൽ ഇതിൻ്റെ മാർക്ക് കിട്ടി, സെറ്റാണ്. ഈ കാര്യങ്ങൾ പഠിക്കാതെ പോകരുത്, നഷ്ടമായിരിക്കും. ഓക്കെ, ബൈ.